നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 2024-25 കേന്ദ്ര സർക്കാരിൻ്റെ ഇടക്കാല ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് മാറുന്ന ഒരു വമ്പൻ പ്രഖ്യാപനമാണ് സൗജന്യ സോളാർ റൂഫ് ടോപ്പ് പദ്ധതി. രാജ്യത്തെ വീടുകളിൽ APL BPL വ്യത്യാസമില്ലാതെ സൗജന്യ വൈദ്യുതി, അതും ആദ്യഘട്ടത്തിൽ 1 കോടി വീടുകൾക്കാണ് സൗജന്യമായിട്ട് വൈദ്യുതി ലഭിക്കുക. പിന്നാലെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വീടുകളിലേക്കുമായിട്ട് പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾക്ക് ഇതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം. ഇപ്പോൾ വേനൽക്കാലമാവുകയാണ്. നിങ്ങളുടെ വൈദ്യുതി ബില്ല് വളരെയധികം വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. മാത്രമല്ല KSEB ഉൾപ്പെടെ ഇപ്പോൾ സ്തംഭന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് അധികമായിട്ട് വെയിൽ ലഭിക്കുന്ന സമയം കൂടിയാണ്. മഴ സാധ്യത ഈ സമയത്ത് വളരെ കുറവുമാണ്. അതിനാൽ തന്നെ പകൽ സമയം മുഴുവൻ വെയിലായിരിക്കും. ഈ ഒരു സമയം വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ പറ്റുന്ന അവസരമാണ്. അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് തുടർന്നുള്ള മാസങ്ങളിൽ അടയ്ക്കാതിരിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലൊരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നത്. കറണ്ട് ചാർജ് പിന്നീട് അടയ്ക്കേണ്ടതില്ല. KSEBയുടെ വൈദ്യുതി ബില്ല് ദിനംപ്രതി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല താരിഫിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കേരളം നീങ്ങുമ്പോൾ അവരെയെല്ലാം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. നിങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും തന്നെ സൗജന്യമായിട്ട് ചാർജ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന കേന്ദ്ര സൗരോർജ്ജ പദ്ധതി ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് കീഴിലാണ് സൗജന്യ സോളാർ റൂഫ് ടോപ്പിൻ്റെ വിതരണം നടക്കുന്നത്. വൈദ്യുതി ബില്ല് ഇനി ആർക്കും തന്നെ ഷോക്കാകില്ല. ഇനി വീടുകളിൽ സോളാർ ഊർജ്ജം പ്രവഹിക്കുന്നതായിരിക്കും. വൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി. ആദ്യഘട്ടത്തിൽ തന്നെ 1 കോടി വീടുകൾ പാവപ്പെട്ടവരുടെയും അതുപോലെ തന്നെ ഇടത്തരക്കാരുടെയും ഉന്നമനത്തിനായിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകൾക്ക് പിന്നാലെ വിപ്ലവകരമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയത്. 1 കോടി വീടുകളിൽ മേൽക്കൂര സോളാർ സിസ്റ്റം അഥവാ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യവും പദ്ധതിക്ക് കീഴിലുണ്ട്. 2022ഓടെ 100 ഗിഗാവാട്ട് സൗരോർജ്ജം കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ 2022 ആയപ്പോഴേക്കും രാജ്യത്തിന് 63.3 ഗിഗാവാട്ട് സൗരോർജ്ജ ശേഷി ഉൽപ്പാദിപ്പിക്കാനാണ് കഴിഞ്ഞത്. ഇത് പ്രാരംഭ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. 2022ഓടെ 40 ഗിഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ കൈവരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവും നിറവേറ്റപ്പെട്ടില്ല. 2023 അവസാനത്തോടെ 11 ഗിഗാവാട്ട് റൂഫ് ടോപ്പ് സൗരോർജ്ജ ഉൽപ്പാദനം മാത്രമാണ് രാജ്യം നേടിയത് തന്നെ. 2030ഓടെ 500 ഗിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളിൽ സൗരോർജ്ജത്തിന് വലിയ പങ്കാണ് ഉള്ളത്. ഗാർഹിക ഉപയോക്താക്കൾക്ക് വീടുകൾക്ക് മുകളിൽ തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായിട്ട് KSEB നടപ്പാക്കുന്ന സൗരോർജ്ജ പദ്ധതി അഥവാ സൗര പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരം ഉപയോക്താവിന് സബ്സിഡി നിരക്കിൽ വീടിന് മുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് പദ്ധതി. 1 കിലോവാട്ട്, 2, 3, 3ന് മുകളിൽ എന്നിങ്ങനെ വിവിധ തലത്തിലായിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകി വരുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായിട്ടും വീട്ടുകാർക്ക് ഉപയോഗിക്കാം. അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് KSEBക്ക് നൽകുകയുമാകാം. ഇത്തരത്തിൽ കൊടുക്കുന്ന വൈദ്യുതിക്ക് KSEB ഇങ്ങോട്ട് പണം നൽകുന്ന ഒരു സംവിധാനവുമുണ്ട്. ഉപയോഗവും അതുപോലെ ഉൽപ്പാദനവും യൂണിറ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കി വാർഷിക അടിസ്ഥാനത്തിലാണ് KSEB തുക നൽകുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങളിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ ഒരു സൗരോർജ്ജ പദ്ധതി. റൂഫ് ടോപ്പ് സൗരോർജ്ജം ഉപയോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇതുവഴി നൽകുന്നത്. ഇത് മൊത്തത്തിലുള്ള വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. വിദൂര മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ വൈദ്യുതിയിലേക്കുള്ള പ്രവേശനം വളരെയധികം മെച്ചപ്പെടുത്തുവാനായിട്ട് ഈ ഒരു റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്ക് സാധിക്കും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സൗരോർജ്ജ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1 കോടി വീടുകളെ ലക്ഷ്യത്തിന് കീഴിൽ അണിനിരത്തുകയാണ് കേന്ദ്രം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതേസമയം പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുക. കൂടുതൽ വശങ്ങൾ പുറത്തറിയാൻ സാധിക്കും.
പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ ഫണ്ടിങ്ങിൽ തന്നെ നടത്തുകയാണോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം അതിൽ വരുന്നുണ്ടോ, ഇനി അതോ പദ്ധതി സബ്സിഡി സ്കീമാണോ, ഉപയോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഏതായാലും APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ഗ്രാമീണ ആവാസ് യോജന സ്കീമിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.